അധ്യായം 17. മൊഴി ഒരു വരം. മോഹങ്ങൾ മരുക്കാറ്റിൻ്റെ തേരിലേറി പറക്കുന്നതിനിടെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയനായി ഒടുവിൽ ബിസ്മിയുടെ തെറാപ്പി സെൻ്ററിലെത്തിയ ഒരു പ്രവാസിയുടെ വാക്കുകളിലേക്ക്. ദമാമിലെ ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പാട്ടും പരിപാടികളുമായി കഴിഞ്ഞ ഒരു സ്കൂൾ ദിനത്തിലെ രാത്രി റൂമിലെത്തിയ എനിക്ക് ശരീരത്തിൻ്റെ ഒരു ഭാഗം തരിപ്പും കൈകൾക്ക് ബലക്കുറവും സംസാരത്തിന് മുമ്പില്ലാത്ത വിധം അവ്യക്തതയും അനുഭവപ്പെട്ടു. വായിലും മൂക്കിലും ട്യൂബിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം ഒട്ടും ചലിപ്പിക്കാനാവാതെ ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞ മാസങ്ങളിൽ സുഹൃത്തുക്കൾ പലരും സന്ദർശിക്കുമ്പോൾ അവരുടെ പേരോ നാട്ടിലെ ഉറ്റവരുടെ പേരോ ഓർമ്മയിലോ ചുണ്ടിലോ വരാതെ എവിടെയോ ഒളിച്ചിരുന്നു. കണ്ണീരിന് മാത്രം എല്ലാം മനസ്സിലാവുന്നുണ്ടെന്നറിയിച്ചുകൊണ്ട് അത് തലയിണയെ നനച്ചുകൊണ്ടിരുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് തെല്ലും നിശ്ചയമില്ലെങ്കിലും ഞാൻ പ്രാർത്ഥനയോടെ ആധികൾ മുഴുവൻ റബ്ബിൽ ഭരമേൽപ്പിച്ച് 2 മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ വിമാനമിറങ്ങി. വീരണയുന്ന ഏതൊരു പ്രവാസിയെയും പോലെ മഴ നനഞ്ഞ മണ്ണിൻ്റെയും മാമ്പഴക്കാലത്തിൻ്റെയും വിശേഷങ്ങൾ കുരുതീരെ പറയാൻ ഉള്ളു തുടിച്ചെങ്കിലും അവ്യക്തമായ ചില ശബ്ദങ്ങളല്ലാതെ ഒന്നും പുറത്തു വന്നില്ല. സ്പീച്ച് തെറാപ്പിക്കായി നിർദ്ദേശം ലഭിച്ചു. ബിസ്മിയുടെ ഫിസിയോതെറാപ്പി സെൻ്ററിലെത്തി. തെറാപ്പിസ്റ്റുകളുടെയും പ്രവർത്തകരുടെയും സ്നേഹപരിചരണങ്ങളും പിന്തുണയും ആവോളം കിട്ടി. അൽഹംദുലില്ലാ. ഇവിടെ താമസിച്ച് നിരന്തര സ്പീച്ച് തെറാപ്പിയിലൂടെയും ഫിസിയോതെറാപ്പിയിലൂടെയും എൻ്റെ ശാരീരികാരോഗ്യം വീണ്ടെടുക്കാൻ ആരംഭിച്ചു. മാസങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായി ഒരു വാക്കുച്ചരിച്ചു: അൽഹംദുലില്ലാ. ആപ്പിൾ എന്ന ആ വാക്കിന് ആപ്പിളിനേക്കാൾ മാധുര്യമുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അള്ളാഹുവിന് സ്തുതി. തെറാപ്പിസ്റ്റുകളുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി, സന്തോഷം കൊണ്ട് കരയാനും. മനുഷ്യരെ എല്ലായിടത്തും കണ്ടേക്കാം, എന്നാൽ അവിടെ മനുഷ്യത്വം കാണണമെന്നില്ല. എല്ലാ മനുഷ്യരെയും അള്ളാഹു ഇവരെപ്പോലെ നന്മഹൃദയമുള്ളവരാക്കി മാറ്റുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെ പരീക്ഷണങ്ങൾക്ക് വിധേയരാവുന്ന ഒരുപാട് ജീവിതങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ സാധിക്കും. ബിസ്മിയെപ്പോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവട്ടെ. തങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. അഭിവാദ്യത്തോടും സമാധാനാശംസയോടും കൂടി അവർ അവിടെ സ്വീകരിക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 25 സൂക്തം 75.